ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്ററിന് വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലച്ച് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബസർ ചെക്കപ്പ്, ഇത്രയും കേസുകൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് കയറ്റി നോക്കുമ്പോൾ അതിൻ്റെ ക്ലച്ച് സൈഡിലാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അതിൻ്റെ രണ്ട് ഓയിൽ സീലും കംപ്ലയിൻറ്റാണ്. അതായത് ഫ്രണ്ടിൽ തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ പോയിട്ടുണ്ട്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓയിൽ സീലും മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും കൂടി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പണിയാവും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഓയിൽ സീൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഓയിൽ ലീക്കായിട്ട് മൊത്തം ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് മൊത്തം. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ബെൽറ്റൊക്കെ കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്. ബാക്കിയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലമൊന്നുമില്ല. നിലവിൽ രണ്ട് ഓയിൽ സീൽ മാറ്റാം, ക്ലച്ച് കവർ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്ത കേബിൾ പോയേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റി റീസെറ്റ് ആക്കാം, ബസർ പിടിപ്പിക്കുക. അത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് ഓയിൽ ലീക്കായിട്ട് നമ്മളിടയ്ക്ക് ലെവൽ കുറവ് ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.